നെയ്യാറ്റിൻകരയിലെ വിവാദമായ കല്ലറ പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം ആണ് ഉള്ളത്. ഇന്ന് പുലർച്ചെ ആയിരുന്നു സർവ്വസന്നാഹങ്ങളുമായി പോലീസ് ഉദ്യോഗസ്ഥർ ഗോപൻ സ്വാമിയുടെ വസതിക്ക് സമീപം എത്തുകയും അവിടുത്തെ കല്ലറ പൊളിച്ചു മാറ്റി അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പ്രാഥമികമായ പരിശോധനകൾ നടത്തുകയും ചെയ്തത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം ഈ കല്ലറയ്ക്ക് സമീപം പോലീസിന്റെ വിശദമായ പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം ആണ് പ്രദേശത്ത് പരിശോധനകൾ നടത്തുന്നത്. അതേസമയം അല്പസമയത്തിനകം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. വി വിനോദ് ആണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുന്നത്. വിനോദ്, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചോ? അഭിലാഷ്, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. ഫോറൻസിക് സംഘത്തിലെ 3 ഡോക്ടർമാരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നേരത്തെ തന്നെ ഗോപൻ സ്വാമിയുടെ മൂത്ത മകനെ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് പോലീസിന്റെ വാഹനത്തിലാണ് മൂത്ത മകനെ ഇവിടേക്ക് കൊണ്ടുവന്നത്. പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളിലൂടെ പരിശോധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിയിൽ ഈ ക്ഷതം കാരണം മരണം സംഭവിച്ചു, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന കാര്യമാണ് ഇന്നത്തെ ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ലഭിക്കുക. അതിനപ്പുറത്തേക്ക് ശരീരത്തിൽ വിഷാംശം കടന്നു ചെന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് രാസപരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. 1 ആഴ്ചയെങ്കിലും എടുക്കും അതിന്റെ റിപ്പോർട്ട് ലഭിക്കുന്നതിന്. മറ്റൊന്ന്, സ്വാഭാവിക മരണമാണോ സംഭവിച്ചത്? ഇത്തരം 3 കാര്യങ്ങൾ, ഇതിൽ 3ലും സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഈ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുമ്പോൾ തന്നെ പോലീസിന് ചില സൂചനകൾ ലഭിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കും. അത് നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയതാണ്. RDOയുടെ പ്രതികരണമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് ഈ മൃതദേഹം വിട്ടുകൊടുക്കും. ഇന്ന് തന്നെ 2 തവണ വീട്ടുകാരുമായി ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് വീട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ്. കാരണം സർക്കാരിന്, പോലീസിന് നിയമത്തിന്റെ പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. മാൻ മിസ്സിംഗ് എന്ന നിലയ്ക്കാണ് ഒരു പരാതി ലഭിച്ചത്. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന തരത്തിൽ വിശ്വംഭരൻ എന്ന അയൽവാസി നൽകിയ പരാതി. അതിനപ്പുറത്തേക്ക് നാട്ടുകാർ ഉയർത്തുന്ന ആരോപണമുണ്ട്. കിടപ്പ് രോഗിയായിരുന്ന ഗോപൻ സ്വാമി എങ്ങനെയാണ് നടന്ന് കല്ലറ വരെ പോകുന്നതെന്ന അടക്കമുള്ള സംശയങ്ങൾ, സമാധിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മറച്ചുവെച്ചുവെന്ന ആരോപണം ഒരു വശത്ത്. ഒരുപക്ഷെ വീട്ടുകാർ പറയുന്നത് ശരിയെങ്കിൽ ഈ പരിശോധനകൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. നിയമം അനുശാസിക്കുന്ന തരത്തിൽ മാത്രമേ നടപടിയെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന സാഹചര്യം പോലീസിന് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കിക്കൊണ്ട് കോടതിയുടെ തീർപ്പുണ്ടാകുന്നതുവരെ കാത്തിരുന്ന് ഇപ്പോൾ ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ ഗോപൻ സ്വാമിയുടെ വീട്ടുകാർ സമീപിച്ചത് കല്ലറ തുറക്കാൻ പാടില്ല, അത് ആ തീരുമാനം ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന ചോദ്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ മരണം എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അന്വേഷണവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കല്ലറ തുറക്കാൻ പോലീസിന് കഴിയും, അതിന് അവർക്ക് അനുവാദമുണ്ട് എന്ന് കോടതി വ്യക്തമാക്കിയതോടെ ഇന്ന് രാവിലെ കല്ലറ തുറക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പുറത്തെടുത്തു. 1.5 മണിക്കൂറിനുള്ളിൽ, പരമാവധി 1.5 മണിക്കൂറിനുള്ളിൽ ഇവിടുത്തെ നടപടികൾ പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. അഭിലാഷ്, 1.5 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിൽ ആണ് ഉള്ളത്. ഒപ്പം വിനോദ്, ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം പിന്നീട് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി തന്നെ വിദഗ്ധമായ പരിശോധനയ്ക്ക് മറ്റ് ആന്തരികാവയവങ്ങളോ മറ്റോ ഒക്കെ വിധേയമാക്കേണ്ടതുണ്ട് എങ്കിൽ അതും ഏതാണ്ട് ആ സമയത്തിനുള്ളിൽ പൂർത്തിയാകുമെന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. പിന്നീട് ഈ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകും എന്ന് നേരത്തെ അറിയിച്ചതാണ്. അതവർ ഏറ്റെടുക്കാൻ ഒരുക്കമാണ് എന്നാണല്ലോ അറിയുന്നത്. അങ്ങനെയെങ്കിൽ മൃതദേഹം ഇന്ന് തന്നെ തിരികെ ഈ വീട്ടിലേക്ക് എത്തിക്കും, അങ്ങനെ വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? ആ തരത്തിലാണ് വീട്ടുകാരുമായി പോലീസ് സംസാരിച്ചിട്ടുള്ളത്. മറ്റുദ്യോഗസ്ഥരും ആ തരത്തിൽ തന്നെയാണ് വീട്ടുകാരുമായി ആശയവിനിമയം നടത്തിയിട്ടുള്ളത്. ഇത് പോസ്റ്റ്മോർട്ടം നടപടി ഒരുപക്ഷെ വീട്ടുകാർക്ക് വൈകാരികമായി ചില ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ കൂടിയും പരാതി ഉയർന്ന സാഹചര്യത്തിൽ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രമേ പോലീസിന് സഞ്ചരിക്കാൻ കഴിയൂ. അല്ലെങ്കിൽ ഇതൊരു എക്കാലവും സംശയമായി അവശേഷിക്കുന്ന കേസായി തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നിയമപ്രകാരമുള്ള നടപടികൾ. ഒരു മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചാൽ സ്വാഭാവികമായും ഈ മരണം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ നടപടികളിലേക്ക് പോകുന്നത്. കല്ലറ തുറന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. എക്സ്റേ, അതോടൊപ്പം തന്നെ റേഡിയോളജി തുടങ്ങിയ പരിശോധനകളിലൂടെ ഈ ക്ഷതമേറ്റിരുന്നോ, ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ ക്ഷതമേറ്റിരുന്നോ, മർദ്ദനമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നത് വ്യക്തമാകും.
അസ്ഥികളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പരിശോധനകളിലൂടെ തെളിയും. അതോടൊപ്പം തന്നെയാണ് ശരീരത്തിൽ ഏതെങ്കിലും തരത്തിൽ വിഷാംശം ചെന്നിട്ടുണ്ടോ എന്നത്. അതിന് കൂടുതൽ വിശദമായ പരിശോധന വേണ്ടിവരും, ആന്തരികാവയവങ്ങളുടെ പരിശോധന വേണ്ടിവരും, രാസപരിശോധനാ ഫലം കിട്ടാൻ ഏതാണ്ട് ഒരാഴ്ചയെങ്കിലും വേണ്ടിവരും. അതിനുശേഷം മാത്രമേ പൂർണ്ണമായും ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിലേക്ക് പോകാൻ കഴിയൂ. അസ്വാഭാവികത കണ്ടെത്തിയാൽ തീർച്ചയായും തുടർന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് പോകും. അതല്ല, വീട്ടുകാർ പറയുന്നതാണ് ശരിയെങ്കിൽ ഈ സംശയങ്ങളും ദുരൂഹതകളും ഇവിടം കൊണ്ട് അവസാനിച്ച് അവർക്ക് സ്വാഭാവികമായും തുടർന്നങ്ങോട്ട് മറ്റ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കാതെ അവരുടെ നടപടികളുമായി മുന്നോട്ട് പോകാനും കഴിയും. ഏതായിരുന്നാലും എന്തിന് ഈ സമാധി വിവരം മറച്ചുവെച്ചു, തുടർന്ന് നടന്ന പൂജകൾ അത് എന്തുകൊണ്ട് മറ്റുള്ളവരെ അറിയിച്ചില്ല, ഇന്നലെ രാത്രി പോലും ഈ അവിടെ പൂജ നടത്തിയത് എന്തിന്, ഇങ്ങനെ വിവാദമായി നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു പൂജയുമായി പോയത് എന്തിന് എന്ന ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, വർഗീയ ധ്രുവീകരണത്തിന് പോലും ഈ ഒരു സംഭവം വഴിയാക്കി മാറ്റാൻ വേണ്ടി ചില കോണുകളിൽ നിന്ന് ശ്രമമുണ്ടായി എന്നതുകൂടി ഇവിടെ എടുത്തു കാണേണ്ട ഒരു കാര്യമാണ്. ഇത് നിയമപരമായ ഒരു പ്രശ്നമാണ്. ഒരാളുടെ മരണത്തിൽ നാട്ടുകാർ സംശയം ഉന്നയിക്കുകയും അത് പരിശോധിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യമാണ്. ആ ഒരു നിലയ്ക്കാണ് ഇപ്പോൾ പോലീസ് നടപടി മുന്നോട്ട് പോകുന്നത്. അഭിലാഷ്. യെസ്, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക എന്നതാണ് ഇനി എത്രയും പെട്ടെന്നുള്ള നടപടികൾ. അതിനുശേഷം മൃതദേഹം കുടുംബത്തിന് വിട്ടുനൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെയായിരുന്നു വലിയ സന്നാഹങ്ങളോടുകൂടി പോലീസ് സംവിധാനം ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലത്ത് എത്തുകയും അങ്ങനെ അവിടെ നിന്നുള്ള കല്ലറ പൊളിച്ചു നീക്കി അതിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തത്. ഗോപൻ സ്വാമിക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഇനി അറിയേണ്ടത്. ഗോപൻ സ്വാമി എങ്ങനെയാണ് മരണപ്പെട്ടത്? അതൊരു സ്വാഭാവികമായ മരണം ആയിരുന്നോ? കുടുംബാംഗങ്ങൾ പറയുന്നത് പോലെയുള്ള മരണം ആണോ സംഭവിച്ചത്? ദുരൂഹതയുണ്ടോ? അങ്ങനെയെങ്കിൽ മരണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി കണ്ടെത്താൻ സാധിക്കുക? പ്രത്യേകിച്ച് നമുക്കറിയാം, ആത്മീയ വഴിയിലൂടെ സഞ്ചരിച്ചിരുന്ന ആൾ ആണ്, ആ പ്രദേശവാസികൾക്ക് പരിചിതനായിരുന്ന ആൾ ആണ് ഗോപൻ സ്വാമി. പക്ഷേ ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന തരത്തിൽ പോലീസിന് മുന്നിൽ ഒരു പരാതി എത്തുമ്പോൾ ആണ് പോലീസ് നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. അവിടെ ഗോപൻ സ്വാമിയുമായി ചേർന്ന് നിൽക്കുന്നവർ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയത് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമുള്ള സമാധിയാണ് സംഭവിച്ചത് എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും കുടുംബാംഗങ്ങൾ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്നു, അതിൽ നിന്ന് ചില സംശയങ്ങൾ ഉണ്ടാകുന്നു. ഈ മരണശേഷം ഉണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഉൾപ്പെടെ പോലീസിന് പ്രാഥമികമായ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കല്ലറയിൽ നിന്ന് മൃതദേഹം പുറത്തെടുക്കാൻ തീരുമാനിച്ചത്. ആ ദുരൂഹത നീക്കുക എന്ന ഉത്തരവാദിത്തം പോലീസിന് നിക്ഷിപ്തമായ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷേ ഗോപൻ സ്വാമിയുടെ കുടുംബാംഗങ്ങൾ അതിനെ എതിർത്തു. ചില ഹൈന്ദവ സംഘടനകൾ അടക്കം കുടുംബാംഗങ്ങൾക്ക് പിന്തുണയുമായി എത്തി. ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു പോലീസും ജില്ലാ ഭരണകൂടവും പ്രതിസന്ധിയിൽ ആയത്. പിന്നീട് കോടതിയെ സമീപിക്കുവാനുള്ള നീക്കം ആയിരുന്നു ഗോപൻ സ്വാമിയുടെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതിനും അനുമതി നൽകുന്ന പശ്ചാത്തലം കോടതിയെ സമീപിച്ചുവെങ്കിലും അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായില്ല. ദുരൂഹത നീക്കാൻ പോലീസിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. എവിടെയാണ് ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് എന്ന ചോദ്യത്തിന് കുടുംബത്തിന് മറുപടി നൽകാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതി നിലനിൽക്കുന്നതാണ്. ഗോപൻ സ്വാമി എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വമായി മാറുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് പുലർച്ചെ സർവ്വസന്നാഹങ്ങളുമായി ഗോപൻ സ്വാമിയുടെ കല്ലറയ്ക്ക് സമീപം പോലീസ് നിലയുറപ്പിച്ചത്. അതിനുശേഷം സംഭവ സ്ഥലത്ത് എത്തുന്നു, വിദഗ്ധമായ പരിശോധന നടത്തുന്നു, പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കുന്നു, ഒപ്പം കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. നേരത്തെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ചില സംഘടനകൾ പ്രതിഷേധമുയർത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അടക്കം ഈ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള പോലീസ് നടപടിയെ സ്വാഗതം ചെയ്യുന്നു, പിന്തുണയ്ക്കുന്നു എന്നാണ് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല ഇന്ന് ഇതുവരെയും. എന്നാൽ വരും മണിക്കൂറുകളിൽ അത്തരം സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം ആണ് ഈ പ്രദേശത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇനിയാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടത്. എന്താണ് സംഭവിച്ചത് ഗോപൻ സ്വാമിക്ക്? ഈ മരണം എന്നത് കുടുംബാംഗങ്ങൾ പറയുന്നത് പോലെയുള്ള സ്വാഭാവികമായ ഒരു മരണമാണോ? അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ വിദഗ്ധ സംഘം ഉൾപ്പെടുന്നവർ ഈ വീടും പരിസരവും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ഒപ്പം ഈ കല്ലറയുടെ പരിസര പ്രദേശങ്ങൾ പരിശോധിക്കുന്നു. ഗോപൻ സ്വാമി താമസിച്ചിരുന്ന ഇടം പരിശോധിക്കുന്നു. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ ഏതൊക്കെ എന്ന് പരിശോധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭക്ഷണക്രമം എന്തായിരുന്നു എന്നത് പരിശോധിക്കുന്നു. അസ്വാഭാവികമായ എന്തെങ്കിലും തെളിവുകളോ വിവരങ്ങളോ ആ പ്രദേശത്ത് നിന്ന് കണ്ടെത്താനാകുമോ എന്ന് പോലീസ് സൂക്ഷ്മമായി പരിശോധിച്ചു വരികയും ഒക്കെയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ ഇങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ ആദ്യം തന്നെ പോലീസ് നടത്തുന്നത് ഏറ്റവും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ നശിപ്പിക്കാൻ
അസ്വാഭാവികതയുണ്ടെങ്കിൽ അതിന് ഇടം കൊടുക്കാതിരിക്കുക എന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രൈമറിയായി നൽകുന്ന പ്രയോറിറ്റി. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് എത്രയും പെട്ടെന്ന് നടപടികളിലേക്ക് കടന്നത്. പക്ഷേ വിയോജിപ്പുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ, എതിർപ്പുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ അത് സാധ്യമായില്ല. കോടതിയുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമാണ് ഈ മരണം അസ്വാഭാവികമാണോ എന്നത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കുടുംബാംഗങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടോ എന്നത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.